ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു ചിക്കൻ പോക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു കടായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. ഞാൻ മീഡിയം സവാളയിൽ ഒരു 1.5 സവാളയാണ്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 1 തന്നെ മതിയാവും. ആ സവാള ചെറുതായിട്ടൊന്ന് നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. ചെറിയ രീതിയിൽ ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റിൻ്റെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതുപോലെ ഒരു 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. വീണ്ടും ഒന്ന് ഇതുപോലെ ഒരു 30 സെക്കൻഡോളം ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ കുറച്ച് ക്യാബേജ് ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ക്യാബേജ് എടുത്താൽ മതിയാവും. ഇത് ഏകദേശം 1 കപ്പ് അളവിലാണ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാബേജ് ഉള്ളത്. ക്യാബേജും കൂടെ തന്നെ നമുക്ക് ക്യാരറ്റും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ക്യാബേജ് കുറച്ചും അതുപോലെ തന്നെ ബീൻസ് കുറച്ചുമായിട്ട് അങ്ങനെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാബേജും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഏകദേശം 1 മിനിറ്റ് നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ് നമ്മൾ ഈ മസാല കൂട്ട്. ഇതിപ്പോൾ നമ്മുടെ ക്യാബേജും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു 300 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുക്കറിലേക്ക് ഒരല്പം ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 വിസിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമ്മുടെ ചിക്കനെല്ലാം. അതിനുശേഷം ഇതുപോലെ കുട്ടി കുട്ടി പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുത്താൽ മതിയാവും. ചിക്കനും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ബാക്കി മസാല കൂട്ടുകളും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 സ്പൂണോളം ടൊമാറ്റോ സോസും കൂടിയാണ്. അപ്പോൾ ടൊമാറ്റോ സോസ് വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിണ്ട് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് കൂടി. അപ്പോൾ ചെറിയൊരു പുളിപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങ നീര് കൂടി ചേർക്കുന്നത്. നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത സമയത്ത് ആവശ്യത്തിന് ചിക്കനിലേക്ക് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സവാളയ്ക്കും ക്യാബേജിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ മസാലയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മസാല കൂട്ടെല്ലാം നമ്മുടെ ചിക്കനിലേക്കും ബാക്കി വെജിറ്റബിൾസിലേക്കൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ കുറച്ച് മയോനൈസും കൂടിയാണ്. അപ്പോൾ ഈ മയോനൈസ് വീട്ടിൽ തന്നെ 1 മിനിറ്റിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് മുമ്പ് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എഗ് മയോനൈസും എഗ്ലെസ് മയോനൈസും 2 റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ പിണ്ട് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം. ഇതുപോലെ വളരെ കുറച്ച് നമുക്ക് എത്രത്തോളം വേണോ മയോനൈസ് അതിനനുസരിച്ചിട്ട് ചേർക്കാവുന്നേ ഉള്ളൂ. മയോനൈസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മയോനൈസൊക്കെ ചേർത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടുന്നത്.
ഇനി നമുക്കിതിലേക്ക് വേറെ മസാലകളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമായിട്ടില്ല. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. എന്നാൽ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്കൊരു ഏകദേശം ഒരു 2 കപ്പോളം മൈദാമാവ് കൂടി ചേർത്ത് കൊടുക്കാം. 250 ഗ്രാമിലാണ് ഞാനിപ്പോൾ മൈദാമാവ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് മാത്രം മൈദാമാവ് എടുത്താൽ മതിയാവും. മൈദാമാവിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരല്പം മല്ലിയിലയും കൂടിയാണ്. മല്ലിയില നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. കൂടെ തന്നെ നമ്മുടെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. എന്നാൽ ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോൾസ് ആക്കിയതിന് ശേഷം ചെറിയ രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചപ്പാത്തി പലകയിലേക്ക് ഒരല്പം മാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഓരോ ബോൾസായിട്ട് എടുത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതിയാവും. ഒരു ചെറിയൊരു അളവിന് മാത്രമേ നമ്മളത് പരത്തി കൊടുക്കാൻ പാടുള്ളൂ. നന്നായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബൗൾ വെച്ചിട്ട് ആ കറക്റ്റ് ബൗളിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കംപ്ലീറ്റ് മാവും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുട്ടി കുട്ടി ഓരോ പൂരിയുടെ ഷേപ്പിന് വേണം നമ്മളൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ്ങും കൂടി ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഫില്ലിങ് വേണോ അതനുസരിച്ച് വെക്കാം. വളരെ കുറച്ച് വെക്കരുത്. ഇതുപോലെ ഈ ഒരു അളവിന് വേണം നമ്മൾ ഫില്ലിങ് വെക്കാനായിട്ട്. ഫില്ലിങ്ങും എല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിന് ചുറ്റിലുമായിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കാം. ഒരു ബ്രഷിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും നാക്കി കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഇതിൻ്റെ ഒരു അറ്റത്തുനിന്ന് ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ച് വരികയാണ്. സെൻറ്റർ വരെ ഇതിൻ്റെ നടുക്കത്തെ ഭാഗം വരെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മറ്റേ അറ്റം കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഇത് റോൾ ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് റോൾ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ ആ ഓവനിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അങ്ങനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇത് ചിലപ്പോഴത്തേക്ക് ഇതിൽ ചെറിയ എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് നമുക്ക് ചെറിയൊരു കോട്ടിങ്ങും കൂടി ഒന്ന് കൊടുക്കാം. ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് ഓരോന്നും നമ്മുടെ മുട്ടയുടെ മിക്സിയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഓരോന്നും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നല്ലതുപോലെ എണ്ണ ഒന്ന് ചൂടായിരിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു അല്പം കൂടി കുറച്ച് വെച്ചിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടേണ്ടതാണ്. ഇതിനുള്ളിലെ ഫില്ലിംഗ് എല്ലാം നല്ലതുപോലെ വേവിച്ചെടുത്തതാണ്. എങ്കിലും നമ്മുടെ മാവ് പച്ച മാവാണ്, അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആകുന്നത് വരെയും അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു അല്പം കുറച്ച് വെക്കണം. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ബ്രെഡ് ക്രംസ് വന്നിട്ട് പെട്ടെന്ന് കളറ് മാറിപ്പോവും. അതിൻ്റെ പേരിലാണ് ഇത് എടുത്ത് പറയുന്നത്. ഒരു സൈഡ് നല്ലതുപോലെ കളർ മാറുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വളരെ സ്പെഷ്യലായിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. മിസ് ചെയ്യാതെ നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. നിങ്ങൾക്കിതിങ്ങനെ മൊരിഞ്ഞ് വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എന്ത് മാത്രം ടേസ്റ്റി ആയിരിക്കും എന്ന്. പുറം ഭാഗം നല്ല ക്രിസ്പിയും അങ്ങനെ നല്ല ജ്യൂസിയൊക്കെ ആയിട്ടുള്ളതാണ്.
അപ്പം നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിരിക്കുന്നതിൻ്റെ പേരിൽ തന്നെ കുറച്ച് സമയം ഇങ്ങനെ എണ്ണയിൽ കിടന്നിട്ട് കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നത്. അതിൻ്റെ പേരിൽ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ മാറുന്ന കണ്ടിട്ട് നമ്മളിങ്ങ് എടുക്കും. അതിന് ശേഷമ്പോഴത്തേക്കും നമുക്ക് ചെറിയ സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇതിന് പുറം ഭാഗം ഉണ്ടാകുന്നത്. അതിൻ്റെ പേരിലാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇതുപോലെ കുറച്ച് സമയം എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പോക്കറ്റ് ആയിരിക്കും എന്ന്. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാനും മറക്കരുത്. ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ഒന്നെങ്കിലും നമ്മുടെ ടൊമാറ്റോ സോസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മയോനൈസ് എടുത്താലും നല്ല സൂപ്പറായിട്ടുണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി കുറച്ചുകൂടി ഇനിയുണ്ട്, അതുകൂടി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.